ഇന്നോവ ക്രിസ്റ്റയുടെ EGR-ൻ്റെ യൂണിറ്റാണ് ഇതിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് കരി അടഞ്ഞിട്ടുണ്ട്. തയ്ച്ചെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. കാരണം വെച്ചാൽ മാനിഫോൾഡിൻ്റെ ഉള്ളിലും ഇതേപോലെ നല്ല രീതിയിൽ കരി അടഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം, ഇത് കുറേ കമ്പോണൻസുകൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അതിനാൽ അയച്ചെടുത്താൽ മാത്രമേ നമുക്ക് EGR അയക്കാൻ പറ്റുള്ളൂ. EGR കൂളർ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇതിനുള്ളിലൊക്കെ നന്നായിട്ട് കരി അടഞ്ഞിട്ടുണ്ട്. ഈ കരി അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈലേജിൻ്റെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ഒരു പീരിയോഡിക്കൽ മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ EGR ഒക്കെ ഇതേപോലെ രീതിയിൽ നമുക്ക് കരികളൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ നല്ല രീതിയിൽ പെർഫോമൻസ് നമുക്ക് എഞ്ചിന് കിട്ടുള്ളൂ. ഇത് നമ്മുടെ ഇന്നോവയുടെ എഞ്ചിൻ ഇല്ലറ്റ് മാനിഫോൾഡാണ് കണ്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് എന്തുണ്ട്, കരി അടഞ്ഞിട്ടുണ്ട്. ഇത് അടഞ്ഞതുകൊണ്ട് എയറിൻ്റെ ഇൻടേക്റ്റ്, അതായത് ഇല്ലറ്റ് മാനിഫോൾഡിലേക്ക് എത്തുന്ന എയറിൻ്റെ അളവ് എന്തൊക്കെ കുറവായിരിക്കും കണ്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ അടഞ്ഞിട്ടുണ്ട്. ഇത് എഞ്ചിൻ്റെ ഹെഡിൽ ആണ് പോർഷനാണ്, ഹെഡ് പോർഷനാണ് ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കരി അടഞ്ഞിട്ടുണ്ട്.